ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും യമ്മി ഫുഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണിത്. കുറച്ച് ബ്രെഡും കുറച്ച് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കുന്നത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചാണ്, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ സ്നാക്സ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കുക. ചേർത്തിട്ട് ഒരുപാട് വഴറ്റൊന്നും വേണ്ട, കുറച്ചൊന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ ആവശ്യമുണ്ട്. ഒരു 300 ഗ്രാം ചിക്കന്, ബോൺലെസ് ചിക്കൻ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. വേവിക്കുന്നത് ഉപ്പും കുരുമുളകും മാത്രം ചേർത്തിട്ടാണ്, മഞ്ഞളൊന്നും ചേർക്കുന്നില്ല. അതൊന്ന് ചെറുതായി അരിഞ്ഞു വെക്കുക. ഞാനിപ്പോൾ ഇത് കത്തി കൊണ്ടാണ് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതിനനുസരിച്ച് ചെയ്യുക. മിക്സിയുടെ ജാറിലൊന്നും ഇട്ടിട്ട് അങ്ങ് പൊടിച്ചെടുക്കണ്ട. അപ്പോൾ ഒരുപാട് ഫൈനായിട്ട് പൊടിഞ്ഞിട്ട് അതത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഇഞ്ചിയൊക്കെ ചതച്ചെടുക്കുന്ന ആ കല്ലുണ്ടല്ലോ, അതുകൊണ്ടൊന്ന് കുത്തിയെടുത്താലും മതി. അപ്പോൾ നമ്മുടെ സവാളൊക്കെ ഇവിടെ ഏതാണ്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ചിക്കൻ വേവിച്ചെടുക്കുമ്പോൾ മഞ്ഞൾ ചേർക്കരുത്, ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ചേർത്തിട്ട് വേവിച്ചെടുത്താൽ മതി. ഇനി ഇത് ഈ സവാളയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ആ പച്ചമുളക് ഞാനിപ്പോൾ 2 എണ്ണം എടുത്തിട്ടുണ്ട്, ചെറുതായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണം അതിനനുസരിച്ച് ചേർക്കുക. ഈ പച്ചമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മൂത്ത് വരുന്നവരൊന്ന് വഴറ്റിയെടുക്കുക. മുളക് പൊടിയും ഗരം മസാല ഇട്ടതിന് ശേഷം വഴറ്റിയെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കുക. കൈ എടുക്കരുത്. കൈ എടുക്കാതെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴേക്കും നന്നായിട്ട് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. അപ്പോൾ നല്ല മൂത്ത മണമൊക്കെ വരുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ നേരത്തെ ചിക്കൻ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ ഇങ്ങനെ അടച്ചു വെക്കുന്ന സമയത്ത് ആ ചിക്കനിൽ ആ മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് മസാലപ്പൊടികളൊന്നും ഞാനിതിലേക്ക് ചേർത്തിട്ടില്ല. ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾ അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടില്ല, മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ എന്ന് വെച്ച് ഇതിന് ടേസ്റ്റിന് ഒരു കുറവുമില്ല. വളരെ വ്യത്യസ്തമായിട്ടുള്ള നല്ല ടേസ്റ്റ് തന്നെയാണിത്. വളരെ എളുപ്പമാണ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ. ഇനി ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. ഇതിലേക്ക് ഞാൻ കുറച്ച് പുതിനയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പിടി പുതിന ചേർത്ത് കൊടുക്കുക. അപ്പോൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫില്ലിംഗ് തന്നെയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇത് പാനിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ അതങ്ങ് മാറ്റി വെക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഇങ്ങോട്ട് റെഡിയായി. ഇനി നമുക്കിതിലേക്ക് വേണ്ട ബ്രെഡ് ക്രംസ് ഒന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. കുറച്ച് വെള്ളം എടുത്ത് വെക്കുക. ഇത് ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി കുറച്ച് മൊസറല്ല ചീസ്. ഈ ചീസ് വേണമെന്നൊരു നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് വേണ്ട ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ബ്രെഡ് എടുക്കുമ്പോൾ ലാർജ് തന്നെ എടുക്കുക. സൈഡ് കട്ട് ചെയ്തതിന് ശേഷം മാറ്റി വെക്കുക. ഒരു 3 എഗ്ഗ് ഞാൻ എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ബ്രെഡ് എടുത്തിട്ട് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വെള്ളം അങ്ങ് ഊറ്റിക്കളയുക. ഇപ്പോൾ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് 2 ടീസ്പൂണോളം ഈ ചിക്കൻ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ചീസും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചീസ് വേണമെന്നൊരു നിർബന്ധമില്ല. ചീസ് ഇല്ലയെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാനൊന്ന് ക്രീമി ആയി കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്തുന്നേ ഉള്ളൂ. ഈ ചീസും കൂടെ ചേർത്തിട്ട് 4 സൈഡ് ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുമ്പോഴേക്കും ഇത് നല്ലൊരു ബോളായി കിട്ടും. അപ്പോൾ നമ്മളിത് ബോൾസാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കണ്ടില്ല, ഇതുപോലെ ഷേപ്പ്ലെസ് ആയിട്ടുണ്ടാവും. അത് സാരില്ല, നമ്മൾ എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങ് പോയി കിട്ടും. അപ്പോൾ ഇതുപോലെ എല്ലാതും ചെയ്തെടുക്കുക. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ ബോൾസ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക.
ഗോൾഡൻ ഷെയ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. ഇപ്പോൾ ഓരോ ബോൾസും എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓയിൽ മുകളിലൂടെ കൂടെ ഒഴിച്ചു കൊടുക്കണം. കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ മുകളിലൂടെ കോരി ഒഴിച്ചാൽ മതി. കാരണം മേലും കൂടെ ചൂടുള്ള ഓയിൽ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മുകൾ ഭാഗം പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതുപോലെ ഗോൾഡൻ ഷെയ്ഡ് ആയി കഴിഞ്ഞാൽ ഇതങ്ങ് മാറ്റാം. പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും, കാരണം ബ്രെഡാണല്ലോ. ഉള്ള എല്ലാ ബോൾസും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള മുഴുവൻ ബോൾസും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. ഫില്ലിംഗ് ആണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം കണ്ടില്ലേ, നല്ല ക്രീമി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫില്ലിങ്ങിന് വെറൈറ്റി ആയിട്ടുള്ള ഒരു സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.